ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു മോർണിംഗ് വ്ലോഗാണ്. അപ്പോൾ രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളിത് മീനിൻ്റെ ടാങ്കിൽ നോക്കുകയാണ് കേട്ടോ. നമ്മൾ അന്ന് ആമ്പൽ പറിക്കാൻ പോയില്ലേ, അവിടുന്ന് ഒരു ആമ്പലിൻ്റെ കട പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. മണ്ണിലൊന്ന് ഉറപ്പിക്കണം കേട്ടോ അടിയിൽ. അപ്പം നന്നായിട്ട് വേരുണ്ട്, ആ വേരിനെ മണ്ണിൽ ഉറപ്പിച്ചിട്ട് ഇടണം. ഇപ്പം ഇതിങ്ങനെ പൊന്തി കിടക്കുകയാണ് കേട്ടോ. ഇത് പിടിക്കുമെന്ന് അറിയില്ല, ഇതിൻ്റെ കിഴങ്ങൊക്കെ ഉണ്ടെങ്കിലേ ഇത് പിടിക്കുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മണ്ണിട്ടൊന്ന് സെറ്റാക്കാൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഗ്രീൻ പീസ് ഒന്ന് വേവിക്കാൻ പോവുകയാണ്. കുറച്ച് ഉപ്പും സവാളയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് 2-3 വിസിലൊന്ന് വരുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് നൂലപ്പമാണ്. നൂലപ്പത്തിന് വെള്ളം വെച്ചിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അപ്പത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തിളച്ച് വരുമ്പോൾ നന്നായിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്കൊന്ന് പൊടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇന്നപ്പോൾ നൂലപ്പത്തിന് കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്, പൊടി ഇട്ടത് കുറച്ച് കുറഞ്ഞോന്നും സംശയമുണ്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും ഇത്തിരി വെള്ളം കൂടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് അധികം നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടോ. എന്നിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. വെള്ളം കൂടിയതുകൊണ്ട് തന്നെ നമുക്കിത് പീച്ചെടുക്കാനായിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മാറ്റി വെച്ചിട്ടോ. അപ്പോൾ ഇതിൽ ഈ ഇല കണ്ടോ, നമ്മൾ അന്ന് പറിച്ചതാണ്. അന്ന് ബീച്ചിൽ പോയപ്പോൾ നമ്മൾ പൂപ്പരുത്തിയുടെ ഇല പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ബീച്ചിൽ പോയപ്പോൾ ഇല പറിച്ചിട്ട് ഞാനതൊന്ന് വെള്ളം നനച്ചിട്ട് അത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വേപ്പിലയൊക്കെ ഫ്രിഡ്ജിൽ കേടാവാതിരിക്കാൻ വേണ്ടി വെക്കില്ലേ, ഒരു പേപ്പർ നനച്ചിട്ട് അതിൽ വേപ്പില വെച്ചിട്ട് വെള്ളം നനച്ച് കവറിൽ കെട്ടി വെക്കില്ലേ, അതുപോലെ തന്നെയാണ് ഈ ഇലയും വെച്ചത്. അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ടിരുന്നു, ഒട്ടും വാടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നൂലപ്പം ഒന്ന് നന്നായിട്ട് പീച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പൂക്കളിട്ട പോലെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുത്താൽ നമുക്ക് രാവിലത്തേക്കുള്ള നൂലപ്പം റെഡിയാണ്. അപ്പോൾ ഇന്ന് നൂലപ്പത്തിന് ഗ്രീൻ പീസ് കറിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗ്രീൻ പീസ് അടുപ്പത്തിട്ടിട്ടുണ്ട്, അതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഗ്രീൻ പീസ് നമുക്കൊന്ന് മസാലയൊക്കെ ചേർത്ത് ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള ഇതൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഗ്രീൻ പീസിൽ തക്കാളി ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു. ആദ്യം കുറച്ച് സവാളയും അതുപോലെ വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ചെറുതാക്കി എരിഞ്ഞ തക്കാളിയും പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞൊന്ന് സെറ്റായതിന് ശേഷം മാത്രം ഇതിൽ മസാല ചേർക്കണം കേട്ടോ. അപ്പം മസാല എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുള്ളൂ. കാരണം കുറച്ചും ഇതിൽ ഓൾറെഡി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിവ് നോക്കിയിട്ട് കുറച്ച് മുളക് പൊടി മാത്രം ചേർക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് ഗരം മസാലയും ഇത്രയും ചേർക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടിയൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ മുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇട്ടേക്കണ കാരണം കുറച്ച് മുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ ചെറിയൊരു മോർണിംഗ് വ്ലോഗ് ഇന്നിവിടെ തീരാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം.